എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ, പടിഞ്ഞാറേവളപ്പിൽ, തിരുനാവായ പഞ്ചായത്തിൽ പട്ടണടക്കാവ്. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല മധുരമുള്ള തായ്ലൻഡ് വെറൈറ്റിൻ്റെ ഒരു സ്റ്റാർ ഫ്രൂട്ട്. ഇത് ഇങ്ങനെ വെട്ടി കഴിക്കുകയും ചെയ്യുക, നല്ല ഒരു ജ്യൂസാക്കിയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത 365 ദിവസവും ഇതിന്മേന്ന് ഫ്രൂട്ട്സ് കിട്ടും. ഇതൊരു പുളിയല്ല, ഇത് തീരെ പുളിയില്ലാത്ത ഒരു സ്റ്റാർ ഫ്രൂട്ടാണ്. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മളെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഈ വടുവപ്പുളി എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ കറിയിലിടുന്ന പുളി എന്നാണ് ആളുകൾ പറയുന്നത്. ഇതല്ല, ഇത് തായ്ലൻഡിൻ്റെ മധുരമുള്ള സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്. ഏതൊരു വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഒരു തൈ വാങ്ങി നട്ട് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നിങ്ങൾക്കിത് ഇതിന്മേന്ന് കായ കിട്ടും, മധുരമുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ളൊരിതും കൂടി. അതിലേക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ചെറിയ ചീനമുളകും കൂടി ചേർക്കുക, ചെറുതിട്ട, വലുതല്ല. അത്രമാത്രം നമുക്ക് എരിവ് ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രയും നമുക്ക് ചേർക്കാം, പക്ഷേ കൂടുതലായി ചേർക്കരുത്. ചേർത്തിട്ട് പഞ്ചസാര ഇട്ടത് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ജ്യൂസൊക്കെ അവിടെ പിറകിൽ നിൽക്കും, അത്രയും ടേസ്റ്റാണ്. ചില ആളുകൾ ചതുരപ്പുളി എന്നും പറയും കേട്ടോ. ചതുരപ്പുളി, സ്റ്റാർ ഫ്രൂട്ട്, വടുവപ്പുളി. അപ്പോൾ 3 പേരുണ്ട് ഇതിന്: സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്, വടുവപ്പുളി, ചതുരപ്പുളി. പക്ഷേ ചതുരപ്പുളിയും വടുവപ്പുളിയും ഇതല്ല, സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് ഇത്. ആളുകൾ പറഞ്ഞ പേരാണ് അത് മൂന്നും ഇതല്ല. ഓക്കെ. പിന്നെ ഉള്ളത്, ഇത് നമുക്ക് നിലത്ത് നട്ട് കഴിഞ്ഞാൽ കുറച്ച് വലിയ മരമായി കിട്ടും, ഒരുപാട് കായ കിട്ടും. അത്യാവശ്യം നമ്മളൊരു കൂടുതൽ സ്ഥലം ഇല്ലാത്തവർക്ക്, 5 സെൻറ്റ് 10 സെൻറ്റ് ഉള്ളവർക്ക് ഒരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. വലിയ ഒരു നല്ലോണം വെയിലുള്ളൊരു സ്ഥലമൊന്നും ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ വെയിലുണ്ടായാലും പ്രശ്നമില്ല, പക്ഷേ 100% വെയിലിൻ്റെ ആവശ്യം ഇതിനില്ല. ഒരു ചെറിയ തണലും തെങ്ങിൻ്റെ താഴെയൊക്കെ ആയിട്ട് വളരും, കായ്ക്കും ചെയ്യും. പിന്നെ കൊടുക്കുന്ന വളങ്ങൾ നമ്മൾ സാധാ ജൈവ വളങ്ങൾ, എല്ലുപൊടി, വേപ്പുമണ്ണാക്ക്, ചാണകപ്പൊടി, പിന്നെ കാലിവളങ്ങളൊക്കെ എന്തും കൊടുക്കാം. ഇതിപ്പോൾ കായ കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ല. അത് നമ്മൾ നല്ലപോലെ, ഇതിൽ വരുന്നൊരു കേട്, ഇത് നല്ലോണം പൂത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പൂക്കൾ കൊഴിഞ്ഞു പോകും. ആമ്പൂവും പൊമ്പൂവും രണ്ടും ഇതിമേ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൂക്കൾ കൊഴിഞ്ഞു പോകും, ബാക്കി പിടിക്കും. പക്ഷേ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇതിമേ തന്നെ കണ്ടില്ലേ, ഒരു ഇതിൽ തന്നെ ഒരുപാട് കായ കാണുന്നുണ്ടില്ലേ. 2, 4, 6, 8, 10, 9 കായ ഇതിമേ തന്നെ ഉണ്ട്, ഈ ഒരു ചെറിയൊരു തണ്ടുമ്മൽ. പക്ഷേ ഇത് ഓരോന്ന് 1/2 കിലോൻ്റെ അടുത്ത് തൂക്കം വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഒരു 1/2 കിലോന് ഇല്ല. എല്ലാതും 1/2 കിലോ എന്നല്ല പറഞ്ഞത്. ചില കായകൾ 1/2 കിലോ ഉണ്ടാവും, ചിലത് 200, 300, 400, 150 ഒക്കെ ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 200 ഗ്രാം വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ജ്യൂസ് അടിച്ചിട്ട് നോക്കാം. ജ്യൂസ് അടിച്ച് നോക്കാം, അതേപോലെ ഡയറക്റ്റും കഴിച്ചു നോക്കാം. ടേസ്റ്റിന്റെ വ്യത്യാസം രണ്ടും നോക്കാം. ഏതാ നമുക്ക് എടുക്കണേ? നമ്മളിത് രണ്ടും എടുക്കുക. ഇത് അത്യാവശ്യമായിട്ടില്ല, ഇതാണ് കുറച്ചായത്. പിന്നെ ഇതെടുക്കുക. നമ്മുടെ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, ഇത്രത്തോളം സൈസാണ് കേട്ടോ ഇത് വരുന്നത്. കാരണം നല്ലൊരു ഫ്രൂട്ടാണ് ഇത്. സ്വീറ്റ് ആണെന്ന് എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ ഫ്രൂട്ട് നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ തന്നെ ഇക്കൻ്റെ ഈ ഒരു ഫ്രൂട്ട് തൈയിൽ നിന്ന് ഫ്രൂട്ട് കഴിച്ച വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നമുക്ക് ജസ്റ്റ് അന്ന് നമ്മൾ കഴിച്ചത് പച്ച കളറായിരുന്നു. ഇപ്പോൾ യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. അതേപോലെ കഴിക്കേണ്ടത് ഇങ്ങനെ കളർ ആവുമ്പോഴാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ. നമ്മൾ അന്ന് കഴിച്ചപ്പോൾ തന്നെ നല്ല മധുരം കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്ര ആയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പക്ഷേ ഇതിന് വലിയ 350 ദിവസം കായ്ക്കും കണ്ടില്ല, നിറയെ കായകളാണ് എല്ലാ ഭാഗത്തും നിൽക്കുന്നത്. അതെ, നല്ലൊരു റിസൾട്ടുള്ള ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ നമ്മളിതാ അടുത്തത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കേട്ടോ. അടിപൊളി കേട്ടോ, അടിപൊളി. ആ എരും കൂടി ഇട്ടപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫീല് വന്നത്. നല്ല മധുരം, അതുപോലെ എരും. ചെറിയ എരിവ് പാടുള്ളൂ, എരു ഓവർ ആവാതെ. അത് പിന്നെ എരു ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് മറ്റേ ചില്ലി സോഡ ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു. ചില ആളുകളാണെങ്കിൽ നോമ്പിന് ഒരു മാങ്ങ മുളകൊക്കെ ഇട്ടുകൊണ്ട് ഒരു മാങ്ങ കഴിക്കണ്, അതേ മോഡല് സാധനം അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ജ്യൂസ് കുടിച്ചു, കട്ട് ചെയ്ത് വിടണം കേട്ടോ.
ഒരു പുളി പോയില്ല. ഇത് മധുരാണ്. അടിപൊളി കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുന്ന സ്പീഡിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുളി തീരല്ല എന്നല്ല. അതന്നെ പറഞ്ഞതേ. അങ്ങനെ പുളിയുള്ളൊരു സാധനം നമുക്ക് ഇത്ര സ്പീഡ് കഴിക്കാൻ പറ്റില്ല. ഓവർ കട്ട മധുരമാണ് വെച്ചാൽ കട്ട മധുരമല്ല, കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് അതാണ്. നമുക്ക് ജ്യൂസി എന്നൊക്കെ പറയാം. നല്ല വെള്ളം ഉണ്ടല്ലേ ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അടിപൊളിട്ടാ.